നമസ്കാരം. 2 ദിവസമായി സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വല്ലാതെ ഏറലാണ്. ഒരു ദിവസം 2 ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അദ്ദേഹം എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ രോഗാതുരനായി കിടക്കുന്ന തൻ്റെ ഭാര്യാപിതാവിനെ സന്ദർശിച്ചു എന്നതാണ്. മറ്റൊന്ന്, സംസ്ഥാനം പ്രളയക്കെടുതിയിലേക്ക് അമരുമ്പോൾ പൊന്നാനിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ 2 കാര്യങ്ങളും അദ്ദേഹത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കോൺഗ്രസ് അത് പ്രതിരോധിക്കുവാൻ മുന്നോട്ട് വരുന്നില്ല എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ അത് കൂടുതൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സജ്ജമാകുന്നില്ല. പക്ഷേ ഈ അവസരത്തിൽ വളരെ കൃത്യമായ മറുപടിയുമായിട്ട് ഈ വി.ഡി. സതീശൻ ചെയ്തതിലൊരു തെറ്റുമില്ല എന്ന് കാരണങ്ങൾ സഹിതം തെളിയിക്കുകയാണ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ കൃത്യമായിട്ട് കാര്യകാരണങ്ങൾ നിരത്തി വി.ഡി. സതീശനെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് 6 വർഷത്തേക്കാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. 46 കോടി രൂപയ്ക്കാണ് പിണറായി സർക്കാർ 6 വർഷത്തേക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ സെപ്റ്റംബർ വരെയാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ കരാർ. അതായത് അതുവരെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും സംസ്ഥാന സർക്കാർ വാടക കൊടുക്കണം. ഒരു മാസം 80 ലക്ഷം രൂപയാണ് ചിലവ്. അതിന് ശേഷം ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റിൻ്റെ ചിലവ്, മറ്റുള്ള ചിലവുകളൊക്കെയും വരും. അത് കഴിഞ്ഞ് ഓരോ അധികം 1 മണിക്കൂറിനും 90,000 രൂപ വെച്ച് സംസ്ഥാന സർക്കാർ പേ ചെയ്യണം. പക്ഷേ വി.ഡി. സതീശൻ വന്നതിന് ശേഷം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. അത് ഇങ്ങനെ ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് മഴക്കെടുതിയാണ്. 2-3 ദിവസമായിട്ട് റോഡ് വഴിയുള്ള ഗതാഗതമൊക്കെ അപ്രാപ്യമാണ്. അപ്പോൾ വി.ഡി. സതീശന് ഇന്നലെ 2 ജില്ലകളിൽ ഒരേ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. കാരണം അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിന് പൈസ കൊടുക്കണം. അങ്ങനെയാണ് പിണറായി സർക്കാരും ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കമ്പനിയും തമ്മിലുള്ള കരാർ. 6 വർഷത്തേക്കുള്ള കരാർ, അത് 46 കോടി രൂപ. അതുകൊണ്ട് ഒരുപക്ഷെ വി.ഡി. സതീശൻ യാത്ര തടസ്സപ്പെടുവാതിരിക്കുവാൻ, കാരണം റോഡ് മാർഗമുള്ള യാത്ര 2 ദിവസമായി സംസ്ഥാനത്ത് കുറച്ച് പ്രശ്നമാണ്, മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ അദ്ദേഹം ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടി എറണാകുളത്ത് പോയിരിക്കാം. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഒരു സ്വകാര്യ വാഹനത്തിലാണ് തൻ്റെ ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ പോയത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ തെളിയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലാതെ തൻ്റെ ഭാര്യാപിതാവിനെ സന്ദർശിക്കുവാൻ അദ്ദേഹം ഒരിക്കലും ഹെലികോപ്റ്റർ പോയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഹെലികോപ്റ്റർ വാങ്ങിച്ച പൈസയ്ക്ക്, അതായത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത പൈസയ്ക്ക്, അതായത് 6 വർഷത്തേക്ക് 46 കോടി രൂപ, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 2 ഹെലികോപ്റ്റർ വാങ്ങിക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർത്ഥിക്കുന്നത്. കാരണം ഒരു ഹെലികോപ്റ്ററിന് വിപണിയിൽ 20 കോടി രൂപയേ ഉള്ളൂ. അങ്ങനെ 40 കോടി രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 കോടി രൂപയും കൂടി 6 വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ അധികമായി ചിലവാക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിലെയൊക്കെയുള്ള കളികളൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സംശയം ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വി.ഡി. സതീശനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. കാരണം വി.ഡി. സതീശൻ ആകെ പെട്ടുകിടക്കുന്ന സമയത്താണ്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളൊന്നും വി.ഡി. സതീശനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വരാത്തൊരു സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ എന്നത് വളരെ പ്രശംസനീയമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അവലോകനം. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വളരെ വ്യാപൃതരായിരുന്നു എന്നാണ്. കാരണം 31-ാം തീയതിയാണ് സംസ്ഥാനത്ത് പ്രളയം ആരംഭിക്കുന്നു എങ്കിലും 29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും യോഗം കൂടിയിരുന്നു. അതുപോലെ മന്ത്രിമാരെ അതാത് ജില്ലകളിൽ ചുമതല കൊടുത്തിരുന്നു, പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചുമതല കൊടുത്തിരുന്നു. അവിടെ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ മന്ത്രിമാരോട് പറഞ്ഞിരുന്നു. അതായത് 31-ാം തീയതിയാണ് പ്രളയം തുടങ്ങുന്നതെങ്കിലും പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് തന്നെ 29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം തെളിവ് സഹിതം സമർത്ഥിക്കുന്നത്. മാത്രമല്ല ഓരോ ജില്ലയ്ക്കും പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിന് 1 ലക്ഷം രൂപ എന്ന രീതിയിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു പഞ്ചായത്തിന് ഈ ക്ലീനിങ് സംബന്ധമായ ജോലികൾക്ക്, അതായത് പ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന ക്ലീനിങ് സംബന്ധമായ ജോലികൾക്കൊക്കെയും 25,000 രൂപ എന്ന രീതിയിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനങ്ങൾ വരുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രളയം മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ട്
നടത്തിയ ഒരു യോഗം, മുഖ്യമന്ത്രി നടത്തിയ ഒരു യോഗം എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമായിരുന്നു. അത് നിരന്തരമുണ്ടാകുന്ന സംസ്ഥാനത്തുണ്ടാകുന്ന പ്രളയം അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു എന്നുകൂടി ഈ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശനെ പ്രതിരോധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കേണ്ടി വന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ്, തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അത് ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധം തന്നെയാണ് വി ഡി സതീശന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പൊന്നാനിയിൽ വിരുദ്ധ സൽക്കാരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വി ഡി സതീശന് അന്ന് പൊന്നാനിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഔദ്യോഗിക പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ വരുന്നതിനിടയിൽ യൂത്ത് ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തി. അവിടെ ഈ വിരുന്നു വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആതിഥേയനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടുന്ന് ഫുഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാകാം. അല്ലാതെ സംസ്ഥാന സർക്കാർ ഈ പ്രളയത്തിൻ്റെ സമയത്ത് വിരുന്നു നൽകിയിട്ടില്ല, ഒരു രീതിയിലുള്ള എക്സ്പെൻസും അല്ലെങ്കിൽ ചിലവും ആർഭാടവും ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആതിഥേയനാണ്. അല്ലാതെ സംസ്ഥാന സർക്കാർ വി ഡി സതീശൻ ആർക്കും വിരുന്ന് നൽകി ദൂർത്തടിച്ചിട്ടില്ല പ്രളയത്തിൻ്റെ സമയത്ത് എന്നുകൂടി അദ്ദേഹം വി ഡി സതീശനെ ന്യായീകരിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ന്യായീകരണവും കാര്യകാരണങ്ങൾ നികത്തിയിട്ടുള്ള പ്രതിരോധവുമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ കൃത്യമായിട്ട് കണ്ണിങ് ആയിട്ട് രാഷ്ട്രീയ പ്രതിരോധം കോൺഗ്രസിന് വേണ്ടി തീർക്കാൻ കഴിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട്, ആ ഡാറ്റ അനാലിസ് ചെയ്ത് അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മിക്കപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പതറിപ്പോകുന്നു, ഒന്നും അവർക്ക് പറയുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെയായിരിക്കും അദ്ദേഹത്തെ ഇത്രയും വലിയ ടാർഗറ്റ് ചെയ്യുന്നതിന് കാരണം. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം സൈബർ ഇടങ്ങളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകളും വി ഡി സതീശനും സംസ്ഥാന ഗവൺമെൻറ്റിനുമെതിരെ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ഡാറ്റാബേസിൽ കാര്യകാരണങ്ങൾ നികത്തി പ്രതിരോധിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പുനഃസംഘടന ഒക്കെ ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹത്തെ വീണ്ടും അവരോധിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വി ഡി സതീശൻ കൂടി ഇത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നീങ്ങിയേക്കും എന്ന് തന്നെയാണ് വാർത്തകളൊക്കെയും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ വിവാദം ഒപ്പം ഈ വിരുന്ന് സൽക്കാരം ഇത് രണ്ടിനെയും വളരെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്തുവാൻ വി ഡി സതീശനെതിരെ വന്ന ആരോപണങ്ങൾ വരെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്തുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്നും ഇന്നലെയുമൊക്കെയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ വിവാദവും ഒപ്പം ഈ വിരുന്ന് സത്കാരവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തോടു കൂടി അത് വാതിൽ അടഞ്ഞുപോയ ഒരു ആരോപണം പോലെ നിസ്സഹായമായ അവസ്ഥയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.